ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൽ വരുന്ന 7ാമത്തെ ചാപ്റ്ററാണ് അളവു കണക്ക്. സോ നമുക്ക് പാഠഭാഗം നോക്കാം. ഭിന്ന നീളങ്ങൾ. നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ ഒരു പെൻസിലിൻ്റെ നീളം അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. നോക്കിക്കേ, ചിത്രത്തിൽ പെൻസിലിൻ്റെ നീളം എത്രയാണ് തന്നിട്ടുള്ളത്? 7 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും ഒരല്പം കൂടുതലാണ്. നിങ്ങൾക്കറിയാമല്ലോ, സ്കെയിലിൽ 1, 2, 3 എന്നുള്ള വലിയ വരകൾ അടയാളപ്പെടുത്തിയതാണ് സെൻറ്റിമീറ്ററുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള ചെറിയ വരകൾക്ക് നമ്മൾ പറയുന്നതാണ് മില്ലിമീറ്റർ എന്നുള്ളത്. ഇവിടെ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും ഒരല്പം കൂടുതലാണ്, എന്നാൽ 8 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും ഒരല്പം കുറവുമാണ്. സോ ഇവിടെ 7 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് എത്ര ചെറിയ വരകൾ കൂടിയുണ്ട്? 3 ചെറിയ വരകൾ കൂടിയുണ്ട്. അതിനർത്ഥം 3 മില്ലിമീറ്ററുകൾ കൂടി അധികമുണ്ടെന്നാണ്. അതായത് നമ്മളുടെ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററുകളും 3 മില്ലിമീറ്ററുമാണ്. ഇനി നിങ്ങൾ സ്കെയിലിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങൾ 1 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ എത്ര ചെറിയ വരകളാണ് കാണുന്നത്? 1 സെൻറ്റിമീറ്റർ മാത്രം എടുക്കുക. അതിൻ്റെ ഇടയിൽ എത്ര ചെറിയ വരകൾ ഉണ്ടെന്ന് എണ്ണി നോക്കിക്കേ. 10 ചെറിയ വരകളാണ് ഉള്ളത്. അതായത് 10 മില്ലിമീറ്റർ ആണ്. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? 10 മില്ലിമീറ്ററിന് തുല്യമാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളവിടെ ബോക്സിലാക്കി വെക്കുക. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററുകൾക്ക് തുല്യമാണ്. ഓക്കെ, അവിടെ ഒരു സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ എത്ര വരകളുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരകളാണുള്ളത്. അതായത് ഈ വരകൾ എന്താണ്? മില്ലിമീറ്ററുകളല്ലേ? 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞുല്ലേ, 1 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ 10 മില്ലിമീറ്ററുകളുണ്ട്. സോ 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ് വരിക. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു സംശയം വരരുത്. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 1 സെൻറ്റിമീറ്ററിന് പെട്ടെന്ന് പറയണം. ഇനി 10 മില്ലിമീറ്ററുകളല്ലേ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എത്രയാണ്? 10 മില്ലിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 1 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് പറയാനറിയാം. പക്ഷേ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് 1 മില്ലിമീറ്റർ എത്രയാണെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ 10ൽ ഒരു ഭാഗമല്ലേ? 10 മില്ലിമീറ്റർ ഉണ്ട്. 10 മില്ലിമീറ്ററിൻ്റെ ഒരു ഭാഗമാണ് ഒരു വര എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ. അതായത് 10 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ്. സോ 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഭാഗമാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഭിന്നസംഖ്യയിൽ പറയുകയാണെങ്കിൽ 10ൽ ഒരു ഭാഗമാണ് എന്ത്? 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൻ്റെ 10ൽ ഒരു ഭാഗമാണ് 1 മില്ലിമീറ്റർ സമമാണ് എന്തിന്? 1/10 സെൻറ്റിമീറ്ററിന് സമമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പേജിൽ പറയുന്നത്. 1 മില്ലിമീറ്റർ എന്നത് 1 സെൻറ്റിമീറ്ററിൻ്റെ 10ൽ ഒരു ഭാഗമാണ്. 1 മില്ലിമീറ്റർ ഈക്വൽ ടു 1/10 സെൻറ്റിമീറ്റർ. നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് 3 മില്ലിമീറ്ററോ? 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10ൽ ഒരു ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ 3 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10ൽ 3 ഭാഗമല്ലേ? 3/10 സെൻറ്റിമീറ്ററിന് വരും. 3 മില്ലിമീറ്റർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 3/10 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 3/10 സെൻറ്റിമീറ്റർ എന്ന് പറയാം. 7 സെൻറ്റിമീറ്റർ എന്നുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ 3/10 സെൻറ്റിമീറ്റർ എന്നും പറയാം. അങ്ങനെ മൊത്തത്തിൽ 3/10 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇതിനെ ചുരുക്കി എഴുതാൻ ഒരു മാർഗമുണ്ട്. 3/10 സെൻറ്റിമീറ്റർ എന്നതിനെ 7.3 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അതായത്
3/10 എന്ന ഭിന്നസംഖ്യയുടെ ദശാംശ രൂപമാണ് 7.3 എന്ന് പറയുന്നത്. നമ്മളെടുത്ത് പറയാണ്, ഒരു പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററും പിന്നെ 7 മില്ലിമീറ്ററുമാണ്. 8 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് 7 മില്ലിമീറ്ററുകൾ കൂടി ഉണ്ട്. അപ്പോൾ ദശാംശ രൂപത്തിൽ എങ്ങനെ പറയാം? 8/10 എന്ന് പറയാം അല്ലേ? 8 സെൻറ്റിമീറ്റർ ഉണ്ട്, 7/10 സെൻറ്റിമീറ്ററുമാണ്. അതായത് മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ 8/10 എന്ന് പറയും. ഇതിനെ നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 8.7 എന്നാണ് എഴുതുക. ഇനി നിങ്ങളെടുത്ത് താഴെ പെൻസിലിൻ്റെ നീളം അളന്ന് താഴെ പട്ടികയായിട്ട് എഴുതാനാണ് പറഞ്ഞത്. താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവുകൾ എഴുതാം. ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് 8 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ്. അതായത് എൻ്റെ പെൻസിൽ അളന്നപ്പോൾ എനിക്ക് കിട്ടിയ അളവ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 3 മില്ലിമീറ്ററുകളും ഉണ്ട്. ഇതിനെ നമ്മൾ ഭിന്ന രൂപത്തിലേക്ക് എങ്ങനെ എഴുതാം? ആദ്യം അതായത് ഭിന്ന രൂപത്തിൽ നമുക്ക് മുഴുവനും സെൻറ്റിമീറ്ററുകളായിട്ടാണ് എഴുതേണ്ടത്. അതായത് 8 എന്നുള്ളത് ആദ്യമേ സെൻറ്റിമീറ്റർ ആണ്, 3 മില്ലിമീറ്റർ എന്നുള്ളത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 3/10 എന്ന് വരും അല്ലേ? സോ അവിടെ ഉത്തരം വരിക 8/3/10 സെൻറ്റിമീറ്റർ എന്നാണ്. നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ 8.3 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. അടുത്തത് എൻ്റെ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 6 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. അതായത് ഞാൻ എൻ്റെ പെൻസിലെടുത്ത് അളന്നപ്പോൾ 6 സെൻറ്റിമീറ്റർ കഴിയുന്നതിന് ശേഷം എനിക്ക് 5 മില്ലിമീറ്റർ കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഭിന്ന രൂപത്തിൽ സെൻറ്റിമീറ്ററിലേക്ക് എങ്ങനെ എഴുതാം? 6/5/10 എന്നാണ് എഴുതുക. ഇനി ദശാംശ രൂപത്തിൽ നമ്മൾ എഴുതുമ്പോൾ 6.5 എന്നാണ്, അല്ലെ 6.5 എന്നാണ് വരിക. ഇത് പെൻസിലിൻ്റെ അളവ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുമായിട്ട് എടുക്കുകയാണ്. അതിനെ ഭിന്ന രൂപത്തിലേക്ക് എഴുതുമ്പോൾ 3/2/10 എന്നും ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 3.2 സെൻറ്റിമീറ്റർ എന്നുമാണ് വരിക. നമ്മുടെ പെൻസിലിൻ്റെ അളവ് 5 സെൻറ്റിമീറ്ററിനും 1 മില്ലിമീറ്ററിനും എടുക്കാം. ഈ അളവുകളൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു അളവ് എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് വെച്ച് നിങ്ങൾക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. സോ ഇവിടെ 5 സെൻറ്റിമീറ്ററിനും 1 മില്ലിമീറ്ററിനും ആണെങ്കിൽ അതിനെ ഭിന്ന രൂപത്തിലേക്ക് നമ്മൾ സെൻറ്റിമീറ്ററിലേക്കാണ് മുഴുവനായിട്ട് മാറ്റിയത്. അപ്പോൾ നമുക്ക് 5/1/10 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി ദശാംശ രൂപത്തിൽ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 5.1 സെൻറ്റിമീറ്ററിനാണ് കിട്ടുക. ഇനി അവസാനത്തത് ഒരു അളവ് കൂടി നമുക്ക് എഴുതണം. നമുക്കത് 2 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററിനും എടുക്കാം. ഭിന്ന രൂപത്തിലേക്ക് എഴുതുമ്പോൾ 2/1/10 സെൻറ്റിമീറ്ററിനും ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 2.1 കിട്ടുക. നിങ്ങൾക്ക് ഈ പട്ടിക എഴുതിയത് മനസ്സിലായല്ലോ? ഭാഗത്ത് നിന്നും വരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളെടുത്ത് പറയുകയാണ്, ഒരു പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുമാണ്. 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് 2 മില്ലിമീറ്ററുകൾ ഉണ്ട്. ഇനി നമ്മളെടുത്ത് പറയുകയാണ്, ഇതിനെ സെൻറ്റിമീറ്ററുകളിൽ മാത്രം എഴുതുക. അതായത് ഈ 2 മില്ലിമീറ്ററിനെയും കൂടി നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. അത് മാത്രമല്ല, സെൻറ്റിമീറ്ററിൽ ഭിന്ന രൂപത്തിലും എഴുതണം, ദശാംശ രൂപത്തിലും നമ്മൾ എഴുതേണ്ടതുണ്ട്. 5 സെൻറ്റിമീറ്റർ എന്നുള്ളത് ചോദ്യത്തിൽ തന്നെ സെൻറ്റിമീറ്റർ ആണ്. 2 മില്ലിമീറ്ററിനെയാണ് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഭിന്ന രൂപത്തിൽ എഴുതി നോക്കാം. ഓക്കെ, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുകളുമാണ്. ഭിന്ന രൂപം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് എഴുതുക? 5 സെൻറ്റിമീറ്റർ അല്ലേ, 5 എടുത്ത് ആദ്യം എഴുതുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള മില്ലിമീറ്റർ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. മില്ലിമീറ്റർ തന്നിട്ടുള്ളത് 2 എന്നാണ്. സോ നിങ്ങൾ അവിടെ 2 എന്ന് എഴുതുക. ഇതെന്താണ്? ഒരു ഭിന്ന രൂപത്തിൻ്റെ അംശമായിട്ടാണ് നിങ്ങൾ 2 എന്ന് എഴുതേണ്ടത്. ഇനി ഛേദം ഏതാണ് വരിക?
മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എപ്പോഴും ഛേദം 10 വരിക. കാരണം എന്താണ്? 10 മില്ലിമീറ്റർ എന്ന് പറയുന്നതല്ലേ 1 സെൻറ്റിമീറ്റർ, അതുകൊണ്ടാണ്. സോ നിങ്ങൾ എവിടെ നിങ്ങളടുത്ത് പറയാണ് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കാൻ ഭിന്ന രൂപത്തിൽ ഛേദം എപ്പോഴും 10 വരിക. അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ദശാംശ രൂപത്തിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 5 സെൻറ്റിമീറ്റർ ആണല്ലോ. സോ നിങ്ങൾ 5 എന്ന് താഴേക്ക് എടുത്തെഴുതുക. എന്നിട്ട് ദശാംശം ഇടുക. പിന്നെ ആ പോയിന്റിന് ശേഷം ദശാംശത്തിന് ശേഷം നമ്മുടെ മില്ലിമീറ്റർ എത്രയാണ്? 2 ആണല്ലോ. സോ 2 എന്ന് എവിടെ എഴുതുക. സോ നമുക്ക് 2 രീതിയിലും ഉത്തരം കിട്ടി. ഭിന്ന രൂപത്തിൽ 5/2/10 എന്നും ദശാംശ രൂപത്തിൽ 5.2 എന്നുമാണ് ഉത്തരം വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളെടുത്ത് പറയുകയാണ്, നിങ്ങൾക്കിനി നിങ്ങൾ പെൻസിൽ അളന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? 8 സെൻറ്റിമീറ്റർ എന്ന് മാത്രമാണ്. കറക്റ്റ് 8 സെൻറ്റിമീറ്റർ ആണ്. അവിടെ 1 മില്ലിമീറ്ററും വരുന്നില്ല. എങ്കിൽ നിങ്ങൾ എങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതും എന്നാണ് ചോദിക്കുന്നത്. കാരണം അവിടെ മില്ലിമീറ്റർ ഇല്ലല്ലോ, ദശാംശത്തിന് ശേഷം എഴുതാൻ ഒന്നുമില്ലല്ലോ. സോ നിങ്ങൾ അവിടെ എന്ത് എഴുതിയാൽ മതി? 8 സെൻറ്റിമീറ്റർ എന്ന് മാത്രം എഴുതിയാൽ മതി. അവിടെ ദശാംശം ഇടേണ്ട ആവശ്യമില്ല. 8 സെൻറ്റിമീറ്ററിന് മാത്രം എഴുതുക. ഓക്കെ, കുട്ടികളെ നിങ്ങൾ എടുത്തു പറയാണ്, ഒരു പെൻസിൽ എന്ന് പറയുന്നത് എന്തായാലും ചുരുങ്ങിയത് 1 സെൻറ്റിമീറ്ററിൽ അധികം ഉണ്ടാവും. അതിലും നീളം കുറഞ്ഞ പെൻസിൽ ഉണ്ടാവില്ലല്ലേ? പക്ഷെങ്കിൽ നിങ്ങളൊരു സ്ക്രൂ എടുത്ത് നോക്കിക്കേ, ഭയങ്കര ചെറുതല്ലേ? 1 സെൻറ്റിമീറ്റർ നീളമൊന്നും ചെറിയ സ്ക്രൂവിന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ അതിൻ്റെ നീളം എഴുതും? 1 സെൻറ്റിമീറ്റർ പോലുമില്ല, മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 മില്ലിമീറ്റർ ആണ് നിങ്ങളൊരു സ്ക്രൂ എടുത്ത് അളന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അളവ്. എങ്കിൽ നിങ്ങൾ എങ്ങനെ അതിൻ്റെ അളവ് എഴുതും? 0.3 എന്ന് എഴുതുക. സെൻറ്റിമീറ്റർ എന്നുള്ളിടത്ത് അവിടെ 1 സെൻറ്റിമീറ്ററും ഇല്ലാത്തത് കൊണ്ട് 0 എന്ന് കൊടുക്കുക. എന്നിട്ട് 3 മില്ലിമീറ്റർ ആയതുകൊണ്ട് 3 എന്ന് കൊടുക്കുക. 0.3 എന്ന് വരും. ഇനി അതുപോലെ 4 മില്ലിമീറ്റർ ആണെങ്കിൽ എങ്ങനെ എഴുതും? 0.4 സെൻറ്റിമീറ്റർ എന്നെഴുതും. 1 മില്ലിമീറ്റർ ആണെങ്കിൽ അതിനെ 0.1 സെൻറ്റിമീറ്റർ എന്നും എഴുതാം. മനസ്സിലായല്ലോ? പറയാണ്, നമുക്കറിയാം ഒരു പെൻസിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെന്ന്, അങ്ങനെ ചെറിയൊരു ഈർക്കിൽ, ജാമതി പെട്ടി, അങ്ങനെയുള്ള വസ്തുക്കളാണെങ്കിൽ നമുക്ക് നീളം സെൻറ്റിമീറ്ററിലും മീറ്ററിലും പറയാം. പക്ഷെങ്കിൽ ഒരു ബെഞ്ചാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുറിയുടെ നീളമാണെങ്കിൽ നമുക്ക് സ്കെയിലെടുത്ത് സെൻറ്റിമീറ്ററിലും മീറ്ററിലും അളക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അതിന് പെൻസിലിനെക്കാട്ടിലും വലുതാണ് ഒരു മുറിയുടെ നീളം എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് അതിനെ സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും അളക്കാൻ കഴിയില്ല. നമ്മളിവിടെ സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിക്കുന്നതിന് പകരം മീറ്റർ സ്കെയിലാണ് ഉപയോഗിക്കുക. ഓക്കെ, മീറ്ററിലാണ് നമ്മളിവിടെ അളക്കുക. ഇനി ഇവിടെ തന്നിട്ടുണ്ട് ഒരു ബെഞ്ചിൻ്റെ നീളം അളന്നു നോക്കിയപ്പോൾ 2 മീറ്ററും 13 സെൻറ്റിമീറ്ററും ആണെന്ന് കണ്ടു. ഇത് മീറ്ററിൽ മാത്രമായി എങ്ങനെ എഴുതാമെന്ന്, അതായത് 2 മീറ്ററും 13 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. നമ്മൾ ഈ 13 സെൻറ്റിമീറ്ററിനെയും കൂടി നമ്മൾ എന്താക്കണം? മീറ്ററിലേക്ക് എഴുതണം. നമ്മൾ 2 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും ആണെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്ററിൽ മാത്രം എഴുതാൻ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ മീറ്ററിൽ മാത്രമാണ് എഴുതാൻ പഠിക്കുന്നത്. ഓക്കെ, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എത്ര വരകളുണ്ട്? 100 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 100ൽ ഒരു ഭാഗമല്ലേ? അതായത് 1 മീറ്ററിൻ്റെ ഒരു ഭാഗം. അതായത് നമ്മളെങ്ങനെ മീറ്ററിൽ പറയുമ്പോൾ 1/100 മീറ്റർ എന്ന് പറയും. 1 സെൻറ്റിമീറ്റർ എന്തിന് തുല്യമാണെന്ന് പറയും? 1/100 മീറ്ററിന് തുല്യമാണെന്ന് പറയും നമ്മൾ മീറ്ററിൽ പറയുമ്പോൾ കേട്ടോ. ചോദിക്കുകയാണ് 13 സെൻറ്റിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് ചോദിക്കുകയാണ്.
13 സെൻറ്റിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഛേദമായിട്ട് അടിയിൽ 100 എഴുതി കൊടുത്താൽ മതി. അതായത് 13/100 മീറ്റർ ആയിരിക്കും. ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ് 12 സെൻറ്റിമീറ്റർ എത്ര മീറ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാണ് മാറ്റുന്നത്. സോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചോദ്യത്തിലുള്ള 12 എടുത്ത് എഴുതുക. എന്നിട്ട് ഛേദം മീറ്റർ ആണല്ലോ, അതുകൊണ്ട് 100 എന്ന് എഴുതുക. ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ് 5 സെൻറ്റിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലുള്ളത് എന്താണ്? 5 എന്നാണല്ലോ. ഈ 5നെ നിങ്ങൾ നേരെ താഴേക്ക് അംശമായിട്ട് എഴുതുക. 100 ആണല്ലോ, മീറ്റർ ആകുമ്പോൾ 100 ആണ്. 100നെ എന്തായിട്ട് എഴുതുക? ഛേദമായിട്ടും എഴുതുക. എങ്കിൽ നിങ്ങളടുത്ത് ഇവിടെ ചോദിക്കുകയാണ് 2 മീറ്റർ ഉണ്ട് 13 സെൻറ്റിമീറ്ററും എന്നാൽ എത്രയെന്ന്. ഈ 2 നമ്മൾ അതുപോലെ തന്നെ പുറത്തേക്ക് എഴുതിയെടുക്കുക. 2 മീറ്റർ ആണല്ലോ, അത് മീറ്ററിൽ തന്നെയാണ് തന്നത്. അതിനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2നെ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. എന്നിട്ട് നമുക്കറിയാം 13 സെൻറ്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്ക് എഴുതാൻ നമ്മൾ പഠിച്ചു. 13നെ നമ്മൾ എന്തായിട്ട് എഴുതുക? അംശമായിട്ട് എഴുതുക. മീറ്ററിലേക്കാണല്ലോ മാറ്റേണ്ടത്, അതുകൊണ്ട് തന്നെ 100 നമ്മൾ ഛേദമായിട്ടും എഴുതുക. സിമ്പിൾ അല്ലേ ഉത്തരം? ഇനി ഇതിനെ നമ്മൾ എന്ത് രൂപത്തിലേക്ക്? ദശാംശ രൂപത്തിലേക്ക് എഴുതുകയാണ്. ഇത് ഭിന്ന രൂപമാണല്ലോ. ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 2 പുറത്തുള്ള 2 അതേപോലെ 2 എഴുതുക. എന്നിട്ട് ദശാംശം ഇട്ടതിന് ശേഷം 13 മാത്രം എഴുതുക. മുകളിലുള്ള അംശം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 2.13 മീറ്റർ എന്നാണ് ഉത്തരം വരിക. ഇനി നിങ്ങളെടുത്ത് പറയാണ് 4 മീറ്റർ ഉണ്ട് 78 സെൻറ്റിമീറ്ററും ഉണ്ട്. ഇതിന് നിങ്ങൾ മീറ്റർ മാത്രമായിട്ട് എഴുതുമ്പോൾ എങ്ങനെ ചെയ്യണം? 4 മീറ്ററും 78 സെൻറ്റിമീറ്ററുമാണ്. 4 മീറ്ററിനെ 4നെ മീറ്ററിൽ തന്നെയാണ് തന്നത്. സോ നിങ്ങൾ അവിടെ 4 എന്ന് എഴുതുക. എന്നിട്ട് 78 സെൻറ്റിമീറ്റർ ആണല്ലോ. സോ 78 എന്ന് അംശമായിട്ട് എഴുതുക. മീറ്ററിലേക്കാണ് മാറ്റേണ്ടത്. സോ ഛേദമായിട്ട് നിങ്ങൾ 100 എന്നും എഴുതുക. സോ ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ നമുക്ക് 4/78/100 എന്ന് കിട്ടും. ഇനി ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ഈ 4നെ പുറത്തുള്ള 4നെ നമ്മൾ അതേപോലെ എഴുതുക. എന്നിട്ട് ദശാംശം ഇടുക, പോയിന്റ് ഇടുക. എന്നിട്ട് നമ്മൾ മുകളിലുള്ള അംശം എടുത്ത് എഴുതുക. അതായത് 78നെ എഴുതുക. 4.78 മീറ്റർ എന്ന് കിട്ടും. പറയാണ് ഒരു മേശയുടെ നീളം അളന്നപ്പോൾ 1 മീറ്ററും 25 സെൻറ്റിമീറ്ററും പിന്നെ ഒരൽപ്പം എന്നും കണ്ടു. മിച്ചം വന്നത് മില്ലിമീറ്ററിൽ അളന്നപ്പോൾ 4 ആണ്. അതായത് 1 മീറ്ററുമുണ്ട്, 25 സെൻറ്റിമീറ്ററുണ്ട്, പിന്നെ 4 മില്ലിമീറ്ററുമുണ്ട്. ഇത് മീറ്ററിൽ മാത്രമായി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മീറ്ററിൽ കുറവുള്ളതൊക്കെ മില്ലിമീറ്ററിലേക്ക് ആക്കാനാണ് പറയുന്നത്. അതായത് മീറ്ററിൽ കുറവാണല്ലോ സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും. 25 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണുള്ളത്. ഇതിനെയാണ് നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റേണ്ടത്. അതിന് 4 മില്ലിമീറ്റർ ആദ്യമേ മില്ലിമീറ്ററിൽ തന്നെയാണല്ലോ തന്നത്. സോ നമ്മളിവിടെ 25 സെൻറ്റിമീറ്ററിനെയാണ് മില്ലിമീറ്ററിലേക്ക് മാറ്റേണ്ടത്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 25 ഗുണിക്കണം 10 250 മില്ലിമീറ്റർ ആണ്. സോ നമുക്കിവിടെ 250 മില്ലിമീറ്റർ കൂട്ടണം 4 മില്ലിമീറ്റർ, മൊത്തത്തിൽ 254 മില്ലിമീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇനി പറയാണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/1000 മീറ്റർ ആണ്. നമുക്കിവിടെ 254 മില്ലിമീറ്ററുകളുണ്ട്. അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 254/1000 മീറ്റർ എന്നാണ് വരിക. 1 മീറ്ററും 254 മില്ലിമീറ്റർ എന്നുള്ളത് ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ 254നെ നമ്മൾ അംശമായിട്ടും 1000 ഛേദമായിട്ടും എഴുതും. 1/254/1000 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. ദശാംശ രൂപത്തിൽ എഴുതാനും നമ്മൾ പുറത്തുള്ള ഒന്നിനെ ആദ്യം എഴുതുക. എന്നിട്ട് ദശാംശം പോയിന്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അംശത്തിൽ എത്രയാണ്? 254 അല്ലേ? 254 എന്ന് പോയിന്റിന് ശേഷം ഇടുക. 1.254 മീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് ദശാംശ രൂപത്തിൽ നമ്മൾ എഴുതുക.
ഇനി 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നതിനെ ദശാംശ രൂപത്തിൽ എന്താണ്? 1 മീറ്ററുണ്ട്, 20 സെൻറ്റിമീറ്ററുമുണ്ട്, 4 മില്ലിമീറ്ററുമുണ്ട്. ഇതിനെ ആദ്യം എന്താണ്? 1 മീറ്ററിന് താഴെയുള്ളതൊക്കെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റുക. അതായത് 20 സെൻറ്റിമീറ്ററിനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. 20 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റാൻ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് 200 കിട്ടും. 200 മില്ലിമീറ്ററും 4 മില്ലിമീറ്ററും കൂട്ടുക, 204 മില്ലിമീറ്ററിന് കിട്ടും. ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ 1/204/1000 മീറ്ററിന് കിട്ടും. ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ എളുപ്പമല്ലേ? പുറത്തുള്ള ഒന്നിനെ നമ്മൾ എടുത്തെഴുതുന്നു, എന്നിട്ട് ദശാംശം ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് മുകളിലത്തെ അംശമായ 204നെ നമ്മൾ എടുത്തെഴുതുന്നു. 1.204 മീറ്ററിന് കിട്ടുന്നു. ഓക്കെ, എളുപ്പമല്ലേ? നിങ്ങളടുത്ത് പറയാണ് ലിറ്ററിലും മില്ലി ലിറ്ററിലും തന്നാൽ എങ്ങനെ എഴുതാമെന്ന്. ഇപ്പം നിങ്ങൾക്ക് പറയാണ് ലിറ്ററിൻ്റെ ഒരു ചോദ്യമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അടിയിൽ ഛേദമായിട്ട് 1000 വരിക. അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾ ലിറ്റർ എന്നുള്ള ചോദ്യം കണ്ടാൽ അടിയിൽ ഛേദമായിട്ട് 1000 വരിക എന്ന് വിചാരിക്കുക. നിങ്ങൾക്കിവിടെ ഒരു ചോദ്യം ഉണ്ട്, നോക്കിക്കേ. 2 ലിറ്ററും 125 മില്ലി ലിറ്ററുണ്ട്. 2 ലിറ്ററും തന്നിട്ടുണ്ട്, 125 മില്ലി ലിറ്ററും. നിങ്ങൾ ഇതിനെ ലിറ്ററിൽ മാത്രമാണ് എഴുതേണ്ടത്. ലിറ്ററിൽ മാത്രം എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ 2 പുറത്തുള്ള 2 2നെ എടുത്ത് പുറത്തേക്ക് എഴുതുക. 125 മില്ലി ലിറ്റർ അല്ലേ തന്നത്? 125നെ ഛേദമായിട്ടും അംശമായിട്ടും അടിയിൽ 1000 ഛേദമായിട്ടും എഴുതുക. ലിറ്ററിൻ്റെ ചോദ്യമല്ലേ, സോ അടിയിൽ ഛേദം 1000 വരിക. സോ നമുക്ക് ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ 2/125/1000 കിട്ടും. ഇനി ഭിന്ന രൂപത്തിൽ എഴുതാൻ എളുപ്പമല്ലേ? പുറത്തുള്ള 2 എഴുതുക, ദശാംശം ഇട്ട് കൊടുക്കുക, 125 എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്തൊരു കിലോഗ്രാമിൻ്റെ ചോദ്യം വരികയാണ്. അതായത് കിലോഗ്രാമും ഗ്രാമും തന്നിട്ട് നിങ്ങളെടുത്ത് പറയാണ് കിലോഗ്രാമിൽ മാത്രമായിട്ട് എഴുതുക. അപ്പോൾ ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ എന്താണ് ഛേദമായിട്ട് വരിക? 1000 ഛേദമായിട്ട് വരിക. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. 5 കിലോഗ്രാം ഉണ്ട്, 375 ഗ്രാമുമുണ്ട്. ഓക്കെ, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിൽ മാത്രമായിട്ട് എഴുതണം. 5 കിലോഗ്രാം ഉണ്ട്. 5 ഓൾറെഡി എന്താണ്? കിലോഗ്രാം തന്നെയാണ്. സോ നിങ്ങൾ 5നെ അവിടേക്ക് എടുത്തെഴുതുക. ഇനി 375 ഗ്രാം ഉണ്ട്. അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് ആക്കണം. ഭിന്ന രൂപത്തിലല്ലേ എഴുതേണ്ടത്? സോ നിങ്ങൾ 375നെ അംശമായിട്ട് എഴുതുക. ഛേദമായിട്ട് കിലോഗ്രാമിൻ്റെ ചോദ്യമായതുകൊണ്ട് 1000 വരിക. സോ നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് 5/375/1000 എന്നാണ് വരിക. ഇനി ദശാംശ രൂപത്തിൽ എഴുതുമ്പോഴോ 5 എഴുതുക, ദശാംശം ഇട്ട് കൊടുക്കുക, 375 എഴുതുക. ഓക്കെ, ഇനി താഴെ നിങ്ങൾക്കൊരു പട്ടിക തന്നിട്ടുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കാം. ഓക്കെ, ഇവിടെ 2 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ് തന്നത്. നമ്മൾ ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാത്രം എഴുതണം. 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് എന്താണ്? 2 എന്നുള്ളത് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് തന്നത്. സോ 2 ആദ്യം നിങ്ങൾ അവിടെ പുറത്തേക്ക് എടുത്തെഴുതുക. ഇനി 3 മില്ലിമീറ്ററിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. സോ നമ്മൾ അംശമായിട്ട് 3 എഴുതുക. ഇനി മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റേണ്ടത്, അതുകൊണ്ട് ഛേദം 10 വരിക. സോ ഉത്തരം 10 എന്ന് കിട്ടും. ഇനി ദശാംശ രൂപം എഴുതാൻ പുറത്തുള്ള 2 എഴുതുക, എന്നിട്ട് ദശാംശം ഇട്ട് കൊടുക്കുക, എന്നിട്ട് അംശം എഴുതുക. അംശം എത്രയാണ്? 3 അല്ലേ? 2.3 സെൻറ്റിമീറ്ററിന് ഉത്തരം വരും. ഇത് 5 മില്ലിമീറ്ററിനെയാണ് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റേണ്ടത്. സോ നമുക്ക് ചോദ്യത്തിലുള്ള 5നെ നമുക്ക് അംശമായിട്ട് എഴുതുക. ഇനി ഛേദമായിട്ട് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കാണല്ലോ മാറ്റേണ്ടത്. സോ ഛേദമായിട്ട് 10 എന്ന് എഴുതുക. ഇനി ദശാംശ രൂപത്തിലേക്ക് എഴുതുമ്പോൾ 0.5 എന്ന് വരും. ഇനി 8 മീറ്റർ 35 മില്ലിമീറ്ററുമാണ്. നമുക്ക് ഈ മില്ലിമീറ്ററിനെ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. 8 എന്നുള്ളത് ഓൾറെഡി മീറ്ററിലാണ് തന്നത്. സോ നിങ്ങൾ അവിടെ 8നെ പുറത്തേക്ക് എടുത്തെഴുതുക. ഇനി 35 മില്ലിമീറ്ററിനെ ആണല്ലോ നമുക്ക് മാറ്റേണ്ടത്. സോ നമ്മൾ 35നെ അംശമായിട്ട് എഴുതുക. ഛേദമായിട്ട് മീറ്ററിലേക്കാണ് മാറ്റേണ്ടത്, അതുകൊണ്ട് 100 എന്നാണ് വരിക. ഛേദം
ഛേദമായിട്ട് 100 എന്ന് എഴുതുക. 835/100 എന്നാണ് ഭിന്ന രൂപത്തിൽ വരിക. ദശാംശ രൂപത്തിലേക്ക് എഴുതുമ്പോൾ 8 പുറത്തുള്ള 8നെ അതേപോലെ എഴുതുക, ദശാംശം ഇട്ട് കൊടുക്കുക, മുകളിലത്തെ അംശത്തെ എഴുതി കൊടുക്കുക, അതായത് 35. 8.35 മീറ്റർ എന്നാണ് ഉത്തരം വരിക. ഇനി അടുത്തത് 6 കിലോഗ്രാമും 125 ഗ്രാമുമാണ്. കിലോഗ്രാമിന്റെ ചോദ്യം വന്നോ? അവിടെ ഛേദമായിട്ട് 1000 ആണ് വരിക. 6 കിലോഗ്രാം എന്നുള്ളത് 6ന് നമുക്ക് ഓൾറെഡി കിലോഗ്രാമിലാണ് തന്നത്. സോ നിങ്ങൾ 6നെ പുറത്തേക്ക് എടുത്ത് എഴുതുക. ഇനി 125 ഗ്രാമിനെയാണ് കിലോഗ്രാം ആക്കി മാറ്റേണ്ടത്. 125നെ അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് 1000 എഴുതുക. ഇനി ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 6 ദശാംശം മുകളിലുള്ള അംശം, അതായത് 125 കിട്ടും. ഇനി 12 ലിറ്ററും 275 മില്ലി ലിറ്ററുമാണ് ഉള്ളത്. 12 ഓൾറെഡി ലിറ്ററിലേക്കാണ് തന്നത്. സോ 12നെ പുറത്തേക്ക് എടുത്ത് എഴുതുക. നമുക്ക് മാറ്റേണ്ടത് 275നെയാണ്. അംശമായിട്ട് 275നെ എഴുതുക. ലിറ്ററിന്റെ ചോദ്യം ആയതുകൊണ്ട് ഛേദം 1000 ആണ് വരിക. നിങ്ങൾ 1000 എഴുതി കൊടുക്കുക. 12 275/1000 എന്നാണ് ഉത്തരം വരിക. ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 12.275 ലിറ്ററിന് വരും. ഇനി 325 മില്ലി ലിറ്റർ ആണ്. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ്? ലിറ്ററിന്റെ ചോദ്യം ആയതുകൊണ്ട് ഛേദം 1000 ആണ് വരിക. 325നെയാണ് മാറ്റേണ്ടത്. സോ 325നെ അംശമായിട്ട് എഴുതുക. 325/1000 1000 എന്ന് വരും. ഇനി ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 0.325 ലിറ്റർ എന്നാണ് വരിക. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടി പറയുന്നത്. 1.25 മീറ്ററിനെ നിങ്ങളെടുത്ത് സെൻറ്റിമീറ്ററിൽ പറയാനാണ് പറഞ്ഞത്. 1.25 മീറ്ററിനെ നമ്മൾ ഭിന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ 125/100 മീറ്റർ എന്നാണല്ലോ പറയുക. ഇനി നമ്മളെടുത്ത് പറയാണ് ഇത് ഭിന്നസംഖ്യ അല്ലാതെ പറയാമെന്ന്. അതായത് 1/100 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 25/100 എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 1.25 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററും 25 സെൻറ്റിമീറ്ററുമാണ്. അതായത് മൊത്തത്തിൽ നമ്മൾ സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 125 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. നമുക്ക് കിട്ടിയ 25 സെൻറ്റിമീറ്ററും പിന്നെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണല്ലോ. ആ 100 സെൻറ്റിമീറ്ററും എല്ലാം കൂടി കൂട്ടിയാൽ 100 കൂട്ടണം 25, 125 എന്ന് കിട്ടും. 125 സെൻറ്റിമീറ്ററുകളാണ്. നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കുക. ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ആക്കുന്നതാണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ആക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.